ചിത്ര ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഒരു കാർ ആംപ്ലിഫയർ. ഇത് സതീഷ് കുമാർ എന്ന് പറഞ്ഞ ആള് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് തിരുവനന്തപുരം ജില്ല നെയ്യാർ ഡാമിനടുത്ത് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലം, അമ്പൂരി ബിഒ. അവിടുന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറുണ്ട്, പുള്ളി എനിക്ക് അയച്ചു തന്നതാണ്, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. നല്ലൊരു പാക്കിംഗ് ആണ്. അഡ്രസ്സൊക്കെ നല്ല DTP ഒക്കെ എടുത്ത് നല്ല സെറ്റാക്കി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പാക്കിങ് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ കസ്റ്റമർ അയക്കുമ്പം ചില ആംപ്ലിഫയർ ഒക്കെ നമുക്ക് അയച്ചു കിട്ടിയത് എന്നാ പറയുന്നത്, പാക്കിങ് തീർത്ത് മോശമായിരുന്നു. അത് ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, അതായത് സാധനത്തിന് കേടൊന്നും കിട്ടിയില്ല, അങ്ങനെ നമുക്ക് വന്നു. എന്നിരുന്നാലും പാക്കിങ് നല്ലതാണെങ്കിൽ നമുക്കൊരു എന്നാ പറയുന്നത് ഒരു സമാധാനമുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അടിപൊളി ഇതുണ്ടോ, പിന്നെ നല്ല തുണിയുടെ പാക്കിങ്. ക്ഷീര പരിശീലന കേന്ദ്രം, പട്ടം, തിരുവനന്തപുരം. ഇതെന്തോ വേറെന്തോ സർക്കാരിന്റെ എന്തോ ബായിയാന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു പാക്കിങ്. ഇതിങ്ങനെ ഒരു ടേപ്പൊക്കെ അടിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. പിന്നെ ബ്ലൂ സോൺ എന്നാണ് അതിൻ്റെ പേര്. എഞ്ചിനീയറിംഗ് ഫോർ ടുമോറോ, നാളത്തേക്കുള്ള എഞ്ചിനീയറിംഗ്. 9800 വാട്ട്സ്, BO 908 എന്നൊക്കെ അതിൻ്റെ മോഡൽ നമ്പർ. ഇതൊരു അത്യാവശ്യം വലിയ പഴക്കമുള്ളൊരു സെറ്റ് അല്ലെന്ന് തോന്നുന്നു. ഇതുണ്ടോ, എന്നിട്ടും കൊറിയറിൽ വന്നപ്പോൾ ചെറിയൊരു ഡാമേജ് ഇവിടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിൻ്റെ കണക്റ്റേഴ്സ് എല്ലാം നല്ല എന്നാ പറയുന്നത്, നല്ല ഗോൾഡ് കളറ് പൂശിയിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ്ങിനുള്ള സാധനം. എന്തായാലും നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് കസ്റ്റമറെ ഞാൻ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞത് പ്രൊഡക്ഷനിൽ പോവുകയാണ്. അതായത് ആദ്യം വർക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുന്നുണ്ടായിരുന്നു, അതിനുശേഷം അത് ഇതിൻ്റെ പ്രൊട്ടക്ഷനിൽ പോവാ. ഇപ്പോൾ ഹീറ്റൊന്നും ആകുന്നില്ല, പ്രൊട്ടക്ഷനിലോട്ട് പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലത്തെ കൺട്രോൾ പാനൽ. ഇതിൽ ഇൻപുട്ട് ചാനൽ 1, 2, ഇൻപുട്ട് ചാനൽ 4, 3, പിന്നെ ഒരു ഗെയിൻ്റെ കൺട്രോള്, LPF ലോ പാസ് ഫിൽറ്റർ, പിന്നെ LPF ഫുള്ള് HDFൻ്റെ സെലക്ടർ സ്വിച്ച്, അത് ഇതുപോലെ 2 ചാനലിൽ, പിന്നെ ട്രബിൾ ബൂസ്റ്റ്, ബാസ് ബൂസ്റ്റ്, അതും ഈ പറഞ്ഞ പോലെ ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4 അങ്ങനെ. പിന്നെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പവറിൻ്റെ ഇൻഡിക്കേറ്റർ, പവറും പ്രൊട്ടക്ഷൻ്റെയും കൂടെ ഇൻഡിക്കേറ്റർ. ഇത്രയാണ് ഇതിൻ്റെ ഒരു സൈഡിലുള്ളത്. മറു സൈഡ് ഇങ്ങനെയാണ്. ഗ്രൗണ്ട്, റിമോട്ട് +12, ഫ്യൂസ് 2 എണ്ണം, പിന്നെ 4 ചാനലിൻ്റെ കണക്ഷൻ്റെ സ്പീക്കർ സോക്കറ്റ്. അത്രയാണ് ആ സൈഡിലുള്ളത്. ഇത് സെറ്റിൻ്റെ കവർ അഴിച്ച് അതിന് ഉൾവശമാണ്. വശം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന, ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുണ്ട് 4 2 പെയറിൻ്റെ ഒരു സെറ്റ് ചാനല്, അതുപോലെ 2 പെയർ അടുത്ത സെറ്റ് ചാനല്, പിന്നെ ഒരു ടോൺ കൺട്രോളും അതിൻ്റെ LPFൻ്റെ കൺട്രോളും എല്ലാമായിട്ട് ഉള്ള ഒരു PCB. പിന്നെ SMPS സെക്ഷൻ ഇങ്ങനെ. SMPS നല്ല ആംബിയറുള്ള നല്ലൊരു SMPS ആണ്. അതായത് ഒരു 2 SMPS കാണുന്നുണ്ട്. അത് 2 SMPS മീൻസ് എനിക്ക് തോന്നുന്നു അഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. എന്നാലും ഒരു സപ്ലൈക്ക് ഒരു കോയിൽ വഴിയും അടുത്ത സപ്ലൈക്ക് അടുത്ത കോയിൽ വഴി, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. നമുക്കൊന്ന് അഴിച്ചു നോക്കാതെ, അഴിച്ചു നോക്കിയാലേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇതിനുള്ളിലെ ഒരു സ്ട്രക്ചർ. കാണാൻ നല്ലൊരു മോഡലാണ്, നല്ലൊരു എന്നാ പറയുന്നത്, നല്ലൊരു ലുക്ക് ഉണ്ടായിട്ട്, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ കംപ്ലൈൻറ്റ്, ഇതൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പ്രൊട്ടക്ഷനോട്ട് പോകുമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മളെന്നാലും അത് കണ്ടില്ലല്ലോ, നമുക്കതൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം.
സപ്ലൈ കൊടുക്കാൻ പോവാണ്. ഇതാണ് പവറിൻ്റെ ഇൻഡിക്കേറ്റർ. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ആദ്യം ഗ്രീൻ ഉണ്ടോ, ഗ്രീൻ കത്തി, അതിന് ശേഷം പ്രൊഡക്ഷനോട്ട് പോയി. അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. കസ്റ്റമർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അഴിച്ചിട്ട് ബോർഡ് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഉണ്ടോ, നല്ലൊരു ടോൺ കൺട്രോൾ ബോർഡാണ്. സബിൻ്റെ ഫിൽറ്ററും ബാസ്റ്റോളും എല്ലാം ചേർത്ത് നല്ലൊരു ടോൺ കൺട്രോൾ ബോർഡ്. അടിപൊളി. നല്ല ലുക്കും നല്ല പ്രിൻ്റൊക്കെ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. അതുപോലെ നല്ല ഡിസൈനിങ്, സർക്യൂട്ടിൻ്റെ പ്രിൻ്റ് വരച്ചിരിക്കുന്നതൊക്കെ നല്ലൊരു ഡിസൈനിങ് ആയിട്ട് വരച്ചിരിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാം. ഓക്കെ, നമ്മളിത് ഈ ബോർഡിൽ SMPSൻ്റെ കാര്യം നമുക്ക് മനസ്സിലായ കാര്യം ഞാനൊന്ന് പറയാം. ഇതിനകത്ത് 2 ട്രാൻസ്ഫോമറാണ്, അതായത് 2 ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഉള്ളത്. ഫെറൈറ്റ് ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ 2 ഉണ്ട്. അതിൽ 2 നമ്മുടെ അതായത് നമ്മൾ സാധാരണ പവർ സപ്ലൈ പോലെ തന്നെ 2 ട്രാൻസ്ഫോമറിൽ നിന്നും 2 ഔട്ട്പുട്ട് ഉണ്ട്. അതായത് +35 -35 2 ഉണ്ട്. ഇതുണ്ടോ, ഇത് കോമൺ ഗ്രൗണ്ട്. ഇത് ഒരു AC ഡയോഡിലോട്ട് പോകുന്നു, അതിന് ഔട്ട്പുട്ട് ഒരു സപ്ലൈ. അടുത്തത് ഇതൊരു AC ഡയോഡിലോട്ട് പോകുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ഇത് അടുത്ത സപ്ലൈ. അങ്ങനെ ഇവിടെ 2 സപ്ലൈ ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഈ സപ്ലൈകൾ തമ്മിൽ ലിങ്കാണ്. ഇതുണ്ടോ, ഇതൊരു പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഇത് പോസിറ്റീവിൻ്റെ പ്രിന്റ്. ഇതുണ്ട്, ഇവിടുന്ന് ജമ്പർ ഇട്ട് ഇതിൻ്റെ നേരെ പോസിറ്റീവിലോട്ട് തന്നെ ലിങ്ക് ചെയ്തേക്കുക. അതായത് 2 പവർ സപ്ലൈ ആണെങ്കിലും ആംബിയറിന് വേണ്ടിയിട്ട് അത് പാരൽ ചെയ്തിരിക്കുക. അങ്ങനെയാണ് ഇതിനകത്തെ സർക്യൂട്ട്. അന്നേരം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പവർ സപ്ലൈ സിംഗിളായിട്ട് പവർ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈ ആംപ്ലിഫയർ സെക്ഷനിലോട്ടുള്ള സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ആദ്യമേ നമുക്ക് മനസ്സിലാകില്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയാണ് ഷോർട്ടിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ ആദ്യം ചെക്ക് ചെയ്യണം. സെപ്പറേറ്റ്, അതായത് ജമ്പർ ഓപ്പൺ ചെയ്തിട്ട് സെപ്പറേറ്റ് നമുക്ക് പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം. നമ്മളിതിൻ്റെ കംപ്ലൈൻറ്റ് ഏകദേശം കണ്ടുപിടിച്ചു. കംപ്ലൈൻറ്റ് മെയിൻ സാധാരണ വരുന്ന കംപ്ലൈൻറ്റ് തന്നെ, അതായത് ആംപ്ലിഫയർ സെക്ഷനാണ് കംപ്ലൈൻറ്റ്. ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്. ഇവിടെ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ആ ട്രാൻസിസ്റ്റർ ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നേ. 5198 നമ്പർ. അത് ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുവരം ഞാൻ വിചാരിച്ചത് ഷോർട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഓപ്പൺ ചെയ്തിട്ട് അത് ട്രാൻസിസ്റ്റർ ഷോർട്ടില്ല. അന്നേരം അതിൻ്റെ ബൈസിങ് സെക്ഷനിലോ പ്രീ ആംപ്ലിഫയർ സെക്ഷനിലോ ആണ് കംപ്ലൈൻറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു ട്രാൻസിസ്റ്റർ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. ഈ സൈഡിലത്തേത് അതും നോക്കണം. അന്നേരം ഇപ്പം ഞാൻ നിലവിൽ ഈ ട്രാൻസിസ്റ്റർ ഊരി കഴിഞ്ഞിട്ട് ഇത് ഞാൻ സപ്ലൈ കൊടുക്കാൻ പോവാണേ. ഇതുണ്ടോ, ഗ്രീൻ കത്തി നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ചാനൽ ചെക്ക് ചെയ്യാനായിട്ട് സ്പീക്കർ സോൾഡർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ഉണ്ട്, കുഴപ്പമില്ല. അതുപോലെ ഇനി ഇപ്പുറത്തെ ചാനലോട് നമുക്ക് നോക്കാം. അതും
കുഴപ്പമില്ല, ഓഡിയോ ഉണ്ട്, കുഴപ്പമില്ല. അന്നേരം ഈ 2 ചാനൽ ഓക്കെയാണ്, ഈ 2 ചാനൽ കംപ്ലൈൻറ്റ്. അന്നേരം അതിൻ്റെ ഇനി ഈ ട്രാൻസിസ്റ്റർ ഷോർട്ട് അല്ലാത്ത സ്ഥിതിക്ക് ബാക്കി ബൈസിങ് സെക്ഷനോ പ്രീ സെക്ഷനിലോ ആണ് കംപ്ലൈൻറ്റ്. അന്നേരം അത് അത്രയും ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു 10ഓളം ട്രാൻസിസ്റ്റർ, ഒരു ചെറിയ ട്രാൻസിസ്റ്ററുകൾ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അതെല്ലാം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ ചാനലിലെ കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതുണ്ടോ, B649 B649A എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ, ഇത് കംപ്ലൈൻ്റ് ആയിരുന്നേ. ഇതുണ്ട്, ഇതിൻ്റെ ഇവിടെ ഈ ഭാഗം ഉണ്ടോ, ഒരു കത്തി ബേണായ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അതിന് വരെ എൻ്റെ ആ ട്രാൻസിസ്റ്റർ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ കോൺഫിഗറേഷൻ നോക്കി, BD140 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ തന്നെ സെയിം ആണ്, രണ്ടും PNP ആണ്. ഇതുണ്ട്, അത് ഞാൻ അവിടെ ഇട്ടു. ഈ ട്രാൻസിസ്റ്റർ BD140 ഇവിടെ ഇട്ടു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ കൊടുത്തു, ആ ചാനലിൽ സ്പീക്കർ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇതേ സപ്ലൈ കൊടുത്തു. ഇവിടെ ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഓഡിയോ വെക്കുന്നുണ്ട്. നമുക്ക് സൗണ്ട് കൊടുത്ത് ചെക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ചാനലും കൂടെ റെഡിയാക്കണം. ഈ ചാനലിലെയും ട്രാൻസിസ്റ്റർ ഉണ്ട്, ഞാൻ ഊരിയെടുത്തു, പക്ഷെ അത് രണ്ടും ട്രാൻസിസ്റ്റർ പോയിട്ടില്ല. ഇനി മിക്കവാറും ഇതിലും ഈ ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആകാനാണ് സാധ്യത. പക്ഷെ അത് രണ്ട് ചാനലിൽ ഒരേപോലെ എങ്ങനെ കംപ്ലൈൻറ്റ് വന്നു എന്നുള്ളതിൽ നമുക്കൊരു വ്യക്തത കിട്ടുന്നില്ല. ഇനി വല്ല ഡ്രൈ സോൾഡറിങ് ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പം എന്തായാലും നമ്മൾ ട്രാൻസിസ്റ്ററിൽ ഇട്ടതിന് ശേഷം ഫുള്ളൊന്ന് ഡ്രൈ സോൾഡർ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം വെച്ചാൽ ഈ സെറ്റ് നല്ല പുതിയതാണ്, ഒരു പഴക്കമില്ല, പഴക്കത്തിൻ്റെ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്തില്ല. ഇനിയിപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഒറിജിനൽ എല്ലാം അഴുകിയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതുപോലെ തന്നെ ഇപ്പം ഈ 140 മാറിയില്ലേ, അതിനിപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലത്തെ അതുകൂടെ മാറണം എനിക്ക്. അത് 139 ഇടണം. ഇവിടെ അതുപോലെ തന്നെ മാറണം. കാരണം വെച്ചാൽ രണ്ടും ഒരേ കോൺഫിഗറേഷൻ ഡ്രൈവർ ട്രാൻസിസ്റ്റർ കിടന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നെങ്കിൽ നമുക്കത് ഓക്കെ. എന്നിട്ട് ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ആ ചാനലിലേതും ഒരു ട്രാൻസിസ്റ്റർ പോയതായിരുന്നേ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ കാണിച്ചേ. ഇപ്പം തിരിച്ച് നമ്മൾ നോക്കാം, തിരിച്ചും കാണിക്കുന്നുണ്ട്, അത് ഷോർട്ടിങ് ആയിരുന്നു. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. രണ്ട് ചാനലിലെയും ഓരോ ട്രാൻസിസ്റ്റർ BD140ക്ക് PNPക്ക് സെയിം ആയിട്ടുള്ള ഓരോ ട്രാൻസിസ്റ്റർ രണ്ട് ചാനലിലും കംപ്ലൈൻ്റ് ആയി. അതെങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഒരു പുതിയൊരു ബോർഡാണ്, പുതിയ ബോർഡിൽ ആ രണ്ട് ചാനലിൻ്റെയും അങ്ങനെ ട്രാൻസിസ്റ്റർ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഈ ഫുള്ള് ഡ്രൈ സോൾഡർ ചെയ്യണം. ഈ ഡ്രൈ സോൾഡറിങ് വന്നു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ ഈ ചാനൽ ഫുള്ള് ചെയ്തു, ഇനിയിപ്പോൾ ഈ ചാനലും ഈ ബാക്കി നിൽക്കുന്ന ചാനലും കൂടെ ഫുള്ള് ഡ്രൈ സോൾഡർ ചെയ്യണം. പവർ സപ്ലൈ ഒന്ന് ഡ്രൈ സോൾഡർ ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, 4 ചാനലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്യണം, അതുപോലെ ക്യാബിനകത്ത് ഇത് അടയ്ക്കണം. ഓക്കെ, അതെല്ലാം ചെയ്യാം. ഓക്കെ, നമ്മുടെ സെറ്റിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. സോൾഡറിങ് എല്ലാം ഡ്രൈ സോൾഡർ എല്ലാം ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാ സ്ക്രൂ എല്ലാം കറക്റ്റ്, ഹീറ്റ്സിങ് കോമ്പൗണ്ട് എല്ലാം ട്രാൻസിസ്റ്റർ എല്ലാം ഹീറ്റ്സിങ് കോമ്പൗണ്ടും എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ സെറ്റുകളുടെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ആംപ്ലിഫയറുകളുടെ എല്ലാ വർക്കുകൾ നമ്മളിനി നമ്മുടെ സമയം പോലെ, അതായത് കിട്ടുന്നതനുസരിച്ചും സമയം പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇതുപോലുള്ള ഇൻഫർമേറ്റീവ്സ് വീഡിയോസും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പുതിയ ടെക്നീഷ്യന്മാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.